സുഹൃത്തുക്കളെ, നമ്മുടെ മലയാള സിനിമയിലെ ഈ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷയങ്ങൾ മുഴുവൻ ഗവൺമെന്റിനെ പരിപൂർണമായിട്ടും ബാധിക്കാനല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി ബാധിക്കാനുള്ള സാധ്യത അവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ ഒരു വിഷയത്തിലേക്ക് ആരും സംസാരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു വയ്ക്കുന്നതേ, ഇപ്പോൾ ഈ മലയാള സിനിമയിലെ പ്രശ്നം സംസാരിച്ചു വയ്ക്കുമ്പോൾ ഈ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ട് ചില ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അതിലത്തെ ഒരാള് മുകേഷ് എന്ന് പറയുന്ന മനുഷ്യനാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് ആരോപണ വിധേയനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ കൂടി പല ആളുകൾ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വെളുപ്പിക്കാനും, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ നടിമാരുണ്ട്, ഞാനൊരു നാടക അല്ലെങ്കിൽ അഭിനയ കുടുംബത്തിൽ വരുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് തേച്ചു മായ്ച്ച് എടുക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെല്ലാം പരിപൂർണമായിട്ട് ഒരു പരാജയത്തിലേക്കാണ് എത്തുക എന്നുള്ള കാര്യം വേറെ സംശയമൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, മുകേഷ് എന്ന് പറയുന്ന ആ ഒരു നടൻ അവിടെ നിൽക്കെ തന്നെ ആ ഒരു നടനേക്കാൾ ഉപരി അദ്ദേഹം നമ്മുടെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊരു വലിയ പ്രശ്നമായി തീരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ട ഒരു ചുമതല ഇവിടുത്തെ LDF-കാർക്ക് വരുമോ എന്നുകൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സംഗതി അവിടെ കിടക്കട്ടെ കേട്ടോ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനെ കുറിച്ചാണ്. അദ്ദേഹം ഒരാവശ്യമില്ലാതെയാണ് നമ്മുടെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ ഒന്ന് അനുകൂലിച്ചത്. അദ്ദേഹം രാജിവെക്കേണ്ടതല്ലേ ഇത്തരത്തിലുള്ള ഒരു ആരോപണം? അദ്ദേഹത്തിനെതിരെ ഒരു ബംഗാളി നടിയാണ് ഒരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയിക്കാൻ വന്ന സമയത്ത്, അതിലേക്ക് ഒരു ഓഡിഷൻ വന്ന സമയത്ത് ലൈംഗികപരമായിട്ട് അവരെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. തനിക്ക് അവിടേക്ക് നാട്ടിലേക്ക് വന്നിട്ട് കേരളത്തിലേക്ക് വന്ന് കേസ് നടത്താൻ എനിക്ക് കഴിയില്ല, ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ കേസ് നടത്താൻ ഞാൻ തയ്യാറാണ് അടക്കം അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ ഒരു ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് കഴിഞ്ഞിട്ട്, പക്ഷേ രാജിവെക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ, സജി ചെറിയാൻ പറഞ്ഞത് മുഴുവൻ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ആവശ്യപ്പെടണോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു പക്ഷേ അത് വൈകാരികമായിട്ട് രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം, രഞ്ജിത്ത് ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് ഇത്തരം പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്, ഇത്തരം പുഴുക്കുത്തുകളൊക്കെ ഇത്തരം സിനിമാ മേഖല ഇടതുപക്ഷത്ത് നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ചർച്ചകളൊക്കെ കിട്ടുന്ന സമയത്ത് ഉത്തരം കിട്ടാതെ മിണ്ടാതെ നിൽക്കേണ്ടി വരും പല ചാനൽ ചർച്ചകളിലും ഇടതുപക്ഷത്തുള്ള പല സഹയാത്രികളുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രഞ്ജിത്ത് പലപ്പോഴും പറഞ്ഞു വന്നിട്ടുള്ളത് ഞാൻ പഴയ SFI ആണ്, പഴയ SFI ആണെന്നാണ്. ആ ഒരു വാക്കുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ കേട്ട് തഴമ്പിച്ച കാതുകളാണ് ഒട്ടുമിക്ക മലയാളികളുടെ. അതുകൊണ്ട് തന്നെ SFI എന്നുള്ള സംഗതി വിടുക, അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഇടതുപക്ഷക്കാരൻ, ഒരു LDF-കാരൻ എന്ന രീതിയിൽ മാത്രമായിരിക്കും ഇനി ആളുകൾ കാണുക. അങ്ങനെയാണെങ്കിൽ അത് പരോക്ഷമായിട്ടെങ്കിലും ഇടതുപക്ഷത്തിന് ഒരല്പം പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മൂന്നാമത്തെ ഒരാള് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അത് നമ്മുടെ വാഹന ഗതാഗത മന്ത്രിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചും ഇപ്പോൾ ആരോപണങ്ങളൊക്കെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആ ഒരു 15-അംഗ പവർ ഗ്രൂപ്പിലെ മന്ത്രിസ്ഥാനം കൈയാളുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് ആരാണെന്നുള്ളത് ഒരു നല്ല ചോറുണ്ണുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനല്ല, പക്ഷേ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷം ഭാവിയിൽ ഏത് നിമിഷവും ആവാം എന്ന് പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3-4 പേരുകൾ എടുക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നാണ് ഇവർ അങ്ങോട്ട് പോയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ അവർ ഇടതുപക്ഷത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഇടതുപക്ഷത്തിന് അത് ന്യായമായിട്ടും ചില ഉത്തരങ്ങൾ പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊരല്പം ഇടിവ് ഇടതുപക്ഷത്തിന് സംഭവിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങളിലേക്കാണ് ഈ ഒരു ഉത്തരം പരിപൂർണമായിട്ടും നിങ്ങൾ തരുമെന്നുള്ള വിശ്വാസമാണ്. സുഹൃത്തുക്കളെ, ബൈ.